അറസ്റ്റ് ചെയ്തിട്ടുള്ള വനിതാ പ്രവർത്തകരടക്കം ഇപ്പോൾ ഏതാണ്ട് 33ഓളം പ്രവർത്തകരെ പോലീസ് ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ട്. അവരെ റിമാൻഡ് ചെയ്യുമെന്ന നിലപാടിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. എന്നാൽ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അവരെ ജാമ്യം നൽകി വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ 33 പ്രവർത്തകരെയും ഇപ്പോൾ ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ട്. അതിനിടയിലാണ് റിയ നാരായണൻ, യൂത്ത് കോൺഗ്രസിൻ്റെ അഴീക്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, റിയയെ വളരെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചു എന്ന പരാതിയാണ് ഉയരുന്നത്. നിലത്ത് വീണ് കിടന്ന റിയയുടെ മുടിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടിപ്പിടിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല റിയയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന സാഹചര്യവും ഉണ്ടായി. മഹിത അടക്കമുള്ള വനിതാ നേതാക്കൾക്ക് നേരെയും വലിയ തോതിൽ പോലീസിൻ്റെ മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മഹിതയെ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി. മഹിത നേരത്തെ മുഖ്യമന്ത്രിയെ പഴയങ്ങാടിൽ വെച്ച് കരിങ്കൂടി കാണിക്കാനുള്ള ശ്രമത്തിനിടയിൽ DYFI CPM പ്രവർത്തകരുടെ മർദ്ദനമേറ്റ വനിതാ നേതാവ് കൂടിയാണ് മഹിത. അത്തരത്തിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ വലിയ തോതിലുള്ള മർദ്ദനമാണ് പോലീസ് അഴിച്ചുവിട്ടത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഇത്രയും സമയം പ്രവർത്തകർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധിക്കുകയായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത ആളുകളെ വിട്ടയക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. അതിന് പിന്നാലെയാണ് DCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ എത്തി പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അവരെ ഇപ്പോൾ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യം ലഭിച്ച പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് സ്വീകരണമായി മുദ്രാവാക്യം വിളികളോടുകൂടി പ്രവർത്തകർ DCC ഓഫീസിലേക്ക് ഇപ്പോൾ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ്, അതായത് 11:45 രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂർ DCCയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി കണ്ണൂർ കലക്ടറേറ്റിന് മുമ്പിലേക്ക് എത്തുന്നത്. അവിടെ പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടഞ്ഞു. അതിനുശേഷം ഉദ്ഘാടന പ്രസംഗമായിരുന്നു. റിജിൽ മാക്കുറ്റിയാണ് ഉദ്ഘാടനം നടത്തിയത്. ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. അതിനിടയിൽ ജലപീരങ്കി പ്രയോഗിച്ച വരുൺ വാഹനത്തിന് നേരെ പോലീസ് പ്രവർത്തകർ കമ്പും വടിയും കല്ലും മറ്റും വലിച്ചെറിഞ്ഞു. പിന്നാലെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയായിരുന്നു. ലാത്തി ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു വനിതാ പ്രവർത്തകയുടെ കണ്ണിനാണ് പരിക്ക്. മറ്റൊരു വനിതാ പ്രവർത്തകയാണ് നിലത്ത് വീണ് കിടന്ന പ്രവർത്തകയുടെ മുടിയിൽ, റിയ നാരായണൻ എന്ന ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ മുടിയിൽ ചവിട്ടുകയും അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അതിനിടയിൽ റിയയുടെ വസ്ത്രങ്ങൾ കീറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മഹിത അടക്കമുള്ള വനിതാ പ്രവർത്തകർക്കും ക്രൂരമായ പോലീസിന്റെ മർദ്ദനമേറ്റ റിയ അടക്കമുള്ള പ്രവർത്തകരെ ഇപ്പോൾ DCC പ്രസിഡന്റിന്റെ തന്നെ വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫാരിഷ.